സൈലന്റ് ലേണിംഗ് നിങ്ങളുടെ സ്വന്തം പ്രട്ടി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് തന്നെ പോകുകയാണ്. നമുക്കറിയാം ബയോളജിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല ഒരു സ്കോർ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലൂടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഇനിയും നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്കറിയാം ടോപ്പ് ഫാക്കൽറ്റീസ്, അതായത് എല്ലാ സബ്ജക്റ്റിനെയും ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് കോണ്ടന്റ്സും ഓരോ സെഷൻസ് ആയിട്ട്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ്, MCQ സീരീസസ്, ഇതുപോലെ പല രീതിയിലാണ് നിങ്ങളെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 10th CBSE ബോർഡ് എക്സാമിന് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എസ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ, കാരണം നിങ്ങൾ എസ്ട്രാ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. പ്രോപ്പറായിട്ട് പ്ലാനോടുകൂടി വളരെ സ്ട്രക്ചർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനും എങ്ങനെ രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, ഏത് സബ്ജക്റ്റിനും നിങ്ങൾക്ക് ടഫായ പല സബ്ജക്ട്സ് ഉണ്ടാകും, അതിൽ ഓരോ സബ്ജക്ട്സിനും ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എസ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇവിടെ കാണാനുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ് ചാപ്റ്റർ ആണ്. അതിൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം, ജീവനുള്ളവർ ഓരോ തരത്തിലും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പല തരത്തിലുള്ള പ്രോസസ്സസ് നടത്തുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള വരുന്നതാണ് നമ്മുടെ ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. ഇത് മാത്രമല്ല റീപ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ സിലബസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ പ്രോസസ്സുകളാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോസസ് ആണ് ഇത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് മക്കളെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മോഡ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് ബൈ എൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി. പ്രധാനമായിട്ടും ന്യൂട്രീഷൻ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട കാര്യം നമുക്ക് ന്യൂട്രിയൻ്റ് അപ്ടേക്ക് ആണ് അല്ലേ. നമ്മുടെ ബോഡി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ന്യൂട്രിയൻസ് വേണം. ആ ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് നടക്കുകയുള്ളൂ, ബോഡിയിലുള്ള എനർജി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ, എല്ലാ തരത്തിലുള്ള മെറ്റബോളിസം നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻ്റ് അപ്ടേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, അതുവഴി നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി എത്ര ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്? നമുക്ക് 2 തരത്തിൽ ന്യൂട്രീഷൻ പറയാം. ഒന്നാമത് ഇത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. നിങ്ങൾ ഇത് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ സ്വന്തമായിട്ടാണ് അല്ലേ, സെൽഫാണ്. അവിടെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻ്റ് അപ്ടേക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റ്സ് ആണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അവരെന്ത് ചെയ്യുന്നു, സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ പ്രസൻസ് വഴിയാണ് അത് കെമിക്കൽ എനർജി ആക്കി മാറ്റി ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് എന്ത്, നമ്മുടെ ഹെറ്ററോട്രോഫിക്. ഹെറ്ററോ എന്ന് പറയുമ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സെൽഫാണ്, ഇവിടെ അതേഴ്സ് ആണ്. ഇവിടെ എന്താണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രീഷൻ പോസിബിൾ ആവുന്നത്. ദെൻ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഫ്രം ദ ഔട്ട് സൈഡ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഫുഡ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ വാട്ടർ, പിന്നെ എന്തുണ്ട്, സൺലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഈ ലൈറ്റ് എനർജീനെ അവരെന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, അതായത് നമ്മുടെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ നടക്കുന്നത്. അപ്പം ആ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ന്യൂട്രീഷൻ നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. സോ ഓട്ടോട്രോഫ്സ് ടേക്ക് ഇൻ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഫ്രം ദ ഔട്ട് സൈഡ് ആൻഡ് ദെൻ കൺവേർട്ട് ദം ഇൻ ടു ഫുഡ്. അങ്ങനെ ഫുഡാക്കി മാറ്റുന്നു. അപ്പം ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗ, എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഗ്രീൻ പ്ലാന്റ്സും ബ്ലൂ ഗ്രീൻ ആൽഗയുമാണ് എന്ത്, നമ്മുടെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസിന് ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലേ. ഇവിടെ എന്താ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവില്ല.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഓർഗാനിസം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ് ഈസ് കോൾഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എല്ലാ ആനിമൽസും എന്താണ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം 2 ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. മെയിൻ ക്ലാസിഫിക്കേഷനിൽ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കുമാണ്. അവിടെ ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണ് വരുന്നത്, ബ്ലൂ ഗ്രീൻ ആൽഗയും ഹെറ്ററോട്രോഫിക്കിലെ എല്ലാ ആനിമൽസുമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ തന്നെ പല തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഫുഡ് ചെയിൻ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ആദ്യം എന്താണ്? ഗ്രാസ് അല്ലെ? ആ ഗ്രാസിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ ഉണ്ട് അല്ലെ? ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഒരു ലിസാർഡ് ഉണ്ട്. പിന്നെ ലിസാർഡിനെ കഴിക്കുന്ന ഒരു ലിസാർഡിനെ കഴിക്കുന്ന എന്താ ഉള്ളത് നമുക്ക്? ഗ്രാസ് ഹോപ്പറിനെ ലിസാർഡ് കഴിക്കുന്നു, ലിസാർഡിനെ ഒരു ഫ്രോഗ് കഴിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്കറിയാം ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണ് വരിക. ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഹെർബ്സിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ് എന്ത്? നമ്മുടെ ഹെർബിവോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാസ് ഹോപ്പർ, ഇതുപോലെ എന്താണ് ചെടികൾ, നമ്മുടെ കൗ ഗോട്ട്, ഇവരൊക്കെ എന്താണ്? പ്ലാന്റ്സിനെ മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർബിവോസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ കാർണിവോസ് എന്ന് പറയുന്നു അല്ലെ? അതായത് മീറ്റ് മാത്രം കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർണിവോസ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ ഒംനിവോസ് ഉണ്ട്, അതായത് ചെടിയും പിന്നെ മറ്റ് ആനിമൽസും എല്ലാം, നമ്മുടെ ഹെന്ന്, നമ്മുടെ ഹ്യൂമൻ ബീങ്സും ഒക്കെ എന്താ? നമ്മൾ രണ്ടും കഴിക്കും, പച്ചക്കറിയും കഴിക്കും, അതുപോലെ തന്നെ മീറ്റും കഴിക്കും. അങ്ങനെ കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒംനിവോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ ക്ലിയർ ആയോ? ഹെർബിവോസ് ഉണ്ട്, കാർണിവോസ് ഉണ്ട്, ഒംനിവോസ് ഉണ്ട്. ഈ 3 ടൈപ്പ് എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതിൽ ടൈപ്പ്, അതായത് ന്യൂട്രീഷൻ അനുസരിച്ച് നമുക്ക് ആൾക്കാരെ തരംതിരിക്കുന്ന പറഞ്ഞു. ഓട്ടോട്രോഫ്സ് ഉണ്ട്, ഹെറ്ററോട്രോഫ്സ് ഉണ്ട്, കാർണിവോസ്, ഒംനിവോസ്. ഇനി ന്യൂട്രീഷന് തന്നെ ഇരിക്കുമ്പം ഹെറ്ററോട്രോഫിക്കിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. ഹോളോസോയിക് എന്ന് പറയുമ്പം നമ്മുടെ അമീബയിലും നമ്മുടെ മനുഷ്യരിലും ഒക്കെയുള്ള ഒരു ന്യൂട്രീഷനാണ് എന്താ? ഹോളോസോയിക്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുഡിനെ എന്ത് ചെയ്യണോ? ഇൻജസ്റ്റ് ചെയ്യുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസിനെ നമ്മൾ എടുക്കുന്നു, വേസ്റ്റിനെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഭക്ഷണം ഇൻജസ്റ്റ് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളത് എടുത്ത് പുറത്തേക്ക് കളയും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻജഷൻ, ദെൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഇജഷൻ, അതായത് എക്സ്ക്രീഷൻ നടത്തുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ അമീബയിലാണെങ്കിലും നമ്മൾ ഹ്യൂമൻ ബീങ്സിലാണെങ്കിലും ഹോളോസോയിക് ന്യൂട്രീഷനിൽ ഈ സ്റ്റെപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രീഷൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. കാരണം നമ്മൾ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടതിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നു, അതിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അസിമിലേറ്റ് ചെയ്യുന്നു, വേസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. സോ ദിസ് ഈസ് ദ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹ്യൂമൻസും എന്താ ചെയ്യുന്നത്? ഹോളോസോയിക് ന്യൂട്രീഷൻ തന്നെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രത്യേകം ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ നടത്തും. പ്ലാന്റ്സിൽ പക്ഷേ എന്താണ്? ഫോട്ടോസിന്തസിസ് വഴി അവരെന്ത് ചെയ്യുന്നു? ഈ ഒരു കൺവേർഷൻ നടത്തി സ്റ്റാർച്ചാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാലോ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആണെങ്കിലോ, ദേ ആർ ദ മൈക്രോ ഓർഗാനിസം വിച്ച് ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് ദെയർ ഓൺ ഫുഡ്. They survive by feeding on dead and decaying matter. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇവർ എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, എവിടെ പോയി? ഓക്കെ, ഇവർ എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെഡ് ഓർഗാനിസംസിലാണ്. ഓക്കെ, ഡെഡ് ഓർഗാനിക് മാറ്ററിൽ, ഡെഡ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ, ആ ഒരു ഡീക്കേ ചെയ്യുന്ന മാറ്ററിനെ ഫീഡ് ചെയ്ത് അവയെ ഭക്ഷണമാക്കുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ മഷ്റൂംസും ഫംഗസുകളൊക്കെ, ഈ കൂടുകളൊക്കെ വളരുന്ന എന്താണ്? തടിക്കഷ്ണം അല്ലെ? വീണ് കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ, അല്ലെങ്കിൽ മണ്ണിൽ വാടാറായി നിൽക്കുന്ന ചെടിയിൽ, അല്ലെങ്കിൽ നമ്മൾ പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുന്ന, അങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നവരിൽ ഡീക്കേയിങ് ആയിട്ടുള്ള മാറ്ററിലാണ് നമ്മൾ സാപ്രോഫൈറ്റ്സിനെ കാണുക. അവരെങ്ങനെയാണ് ന്യൂട്രീഷൻ ഉണ്ടാക്കുന്നത്? ഡീകമ്പോസിങ് ആയ ഡീക്കേയിങ് മാറ്ററിനെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അതുവഴി അവരെന്ത് ചെയ്യും? എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി
അടുത്തതാണ് നമ്മുടെ പാരസൈറ്റിക് എന്ന് പറയുന്നത്. പാരസൈറ്റിക് ന്യൂട്രീഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മറ്റ് ലിവിങ് ആയിട്ടുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഫുഡ് എന്ത് ചെയ്യുന്നു? അപഹരിച്ച് കഴിക്കുന്നു അല്ലേ? വൺ ഓർഗാനിസം ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ അനദർ ഓർഗാനിസം ഫോർ ന്യൂട്രിയൻ വിത്തൗട്ട് എസെൻഷ്യലി കില്ലിംഗ് ദ ഹോസ്റ്റ്. ചിലപ്പോൾ അവരെ കില്ലൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ ഇവരെന്ത് ചെയ്യുന്നു? വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പം നശിപ്പിക്കാം, ചിലപ്പോൾ നശിപ്പിക്കാതിരിക്കാം. അപ്പം ടിക്സ് ഉണ്ട്, അതുപോലെ കെസ്ക്യൂട്ട, ലൈസ്, ഇങ്ങനെ പലതരത്തിലുള്ള പാരസൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. എക്ടോ പാരസൈറ്റ്സും ഉണ്ട്, എൻഡോ പാരസൈറ്റ്സും ഉണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എക്ടോ പാരസൈറ്റ്സ് ആൻഡ് എൻഡോ പാരസൈറ്റ്സ്. എക്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ പുറമേ ആയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം ലൊറാന്തസ്, ഇത്തിൾക്കണ്ണയൊക്കെ മരത്തിൻ്റെ പുറമേ ആയിട്ട് ജീവിക്കുന്നു. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലായിട്ട്, ഇപ്പം ലിവർ ഫ്ലൂക്കൊക്കെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ വളരുന്നതാണ്. അപ്പം അത്തരത്തിൽ എൻഡോ ഉള്ളിൽ, ഒരു ബോഡീൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പുറമേ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ദാറ്റ് ഈസ് എ ടു ന്യൂട്രീഷൻ. പാരസൈറ്റിൽ വരുന്നത് എൻഡോ പാരസൈറ്റ്സ് ആൻഡ് എക്ടോ പാരസൈറ്റ്. അതിൽ എക്സാമ്പിൾസും കൂടെ പഠിച്ചു തരാം. സോ ന്യൂട്രീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലാസിഫിക്കേഷന് വേണ്ടി 3 മാർക്കിന് ചോദിക്കും. ആ ഒരു ടൈപ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്, എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ ഫോട്ടോസിന്തസിസ് നോട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമുണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ ഈ ഒരു ഭാഗം ക്ലിയർ ആകും. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് മിസ് വീണ്ടും വരും. ഇനിയും ഇതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വേണ്ട സെഷൻസും കാര്യവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്വസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സീ യു ദേർ. ബൈ.